ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങോട്ട് പോകുന്ന അങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ല. പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ കയറണം, പിന്നെ ജസ്റ്റ് ചെറിയ ചെറിയ രീതിയിലുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും. അപ്പൊ പോകുന്ന വഴി വീഡിയോ കൂടെ എടുക്കാന്ന് വിചാരിച്ചു. പോയിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ട്രിവാൻഡ്രത്തുള്ള കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലേക്കാണ്. ഞാൻ ആക്ച്വലി ഒരുപാട് നാളായി ഈ അമ്പലത്തിലേക്ക് വന്നിട്ട്, അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം വന്നതാണിപ്പോൾ. എന്നിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി. ഈ അമ്പലത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് ഇവിടെ ഉള്ള കുളം. നിറച്ചു മീനാട്ടോ അതിൻ്റെ അകത്ത്. നല്ല വലിയ മീനുകളും ഒരുപാട് ആമകളൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 500 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ക്ഷേത്രമാട്ടോ ഇത്. എന്നിട്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറി അർച്ചനയൊക്കെ കൊടുത്തു, എന്നിട്ട് തൊഴുതിറങ്ങി. ആക്ച്വലി കുറേ നാൾക്ക് ശേഷം ഈ അമ്പലത്തിൽ വന്നുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര റിലാക്സിങ് ആയിരുന്നു ഇവിടെ നിന്ന് തൊഴുതിറങ്ങിയപ്പോഴേക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് തന്നെ ഓൾമോസ്റ്റ് ഒരു 3ാമത്തെ വലിയ ക്ഷേത്രം ആണ് ഇവിടെ തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ട്രിവാൻഡ്രം ആയുർവേദ കോളേജിനടുത്തുള്ള റീഗൽ ജുവലേഴ്സിലേക്കാണ്. എനിക്ക് ആക്ച്വലി ഒരുപാട് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ ജ്വല്ലറി കയറി ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കില്ല. എനിക്ക് തോന്നുന്നു എല്ലാ ഗേൾസിനും പൊതുവെ ഇഷ്ടമുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ വന്നത് ആക്ച്വലി റിംഗ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏത് ജ്വല്ലറി പോയാലും എൻ്റെ അളവിനുള്ള റിംഗ് കിട്ടാറില്ല ഗൈസ്. എനിക്കൊന്ന് എന്നെപ്പോലെ ഇരിക്കുന്ന എല്ലാ ഗേൾസിൻ്റെ മെയിൻ ഒരു പ്രശ്നം അത് തന്നെയാണ്. അവിടെ ആക്ച്വലി ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് റിങ്ങും ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എൻ്റെ അളവിനൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു ഡയമണ്ടിലും കൂടെ നോക്കാമെന്ന് വിചാരിച്ച് ഡയമണ്ട് സെക്ഷനിലും പോയിട്ട് നോക്കി. അവിടെ നിന്നും എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ എന്തായാലും വന്നതല്ലേ, ഒന്നും വാങ്ങാതെ പോകുന്ന മോശമല്ലേ എന്ന് വിചാരിച്ച് ബ്രേസ്ലെറ്റ് കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2-3 ബ്രേസ്ലെറ്റ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഒരെണ്ണം അതിൽ നിന്ന് ഇഷ്ടമായി. ഗോൾഡിനെ ട്രൈ ഒക്കെ ചെയ്ത് നോക്കാൻ നല്ല രസമാണ് ഗൈസ്. പക്ഷെ ഗോൾഡിന് ഇപ്പം തീ പിടിച്ച വിലയാണ്. പൈസ ഇങ്ങനെ എണ്ണി കൊടുക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമാണ്. പിന്നെ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയൊരു സാധനം മേടിച്ച് കഴിയുമ്പോൾ മാക്സിമം ചെറിയ സന്തോഷം, എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ നമുക്ക്. ഈ ഷോപ്പിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത് ആക്ച്വലി ഞങ്ങളാണ് കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പടിക്കാൻ തുടങ്ങി. പിന്നെ അൽസാജ് മൈൻഡിൽ കയറിയത് കാരണം വേറെ ഒന്നും നോക്കില്ല, നേരെ അൽസാജിലേക്ക് വിട്ടു. അൽസാജിൽ ചെന്നപ്പോഴേ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. എനിക്ക് ആക്ച്വലി അൽസാജിൽ പുറത്തൊരു ഹട്ട് പോലെ പണിത് വെച്ചിട്ടുണ്ട്, അതിലിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അതൊക്കെ അവരിപ്പോൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. ആ വിഷമമാണ് നിങ്ങൾ എൻ്റെ ഈ മുഖത്ത് കാണുന്നത്. പിന്നെ വിശന്നാൽ പുല്ലും തിന്നുമല്ലോ, അതുകൊണ്ട് ഒന്നും നോക്കില്ല, നേരെ ഫ്രൈഡ് റൈസും ബട്ടർ നാനും ബട്ടർ ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഒന്നുമില്ലായിരുന്നു, നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ പോകുന്ന വഴി ഇതേ ക്രിസ്മസൊക്കെ പ്രമാണിച്ചുള്ള ഒരു ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചേക്കായിരുന്നു. കാരണം എന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല ടയേർഡായതാണ് വേറൊരു ദിവസം വരാമെന്ന് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.